ഹേ ഗായ്സ്, അസ്സലാമലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. പെട്ടെന്നൊന്ന് നാട്ടിൽ പോവാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ചെറിയൊരു പർച്ചേസും പിന്നെ നാട്ടിൽ പോകുന്ന വിശേഷങ്ങളൊക്കെയാണ് ഈ ഒരു വ്ളോഗിൽ ഷെയർ ചെയ്യുന്നത്. ഒട്ടും എക്സ്പെക്റ്റ് ചെയ്യാതുള്ള ഒരു വെക്കേഷൻ ആയതുകൊണ്ട് തന്നെ നമുക്കധികം ടൈമില്ല കേട്ടോ പർച്ചേസ് ചെയ്യാൻ. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുന്നേ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടെ എനേബിൾ ചെയ്യുകയാണെങ്കിൽ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതായിരിക്കും. നല്ല പ്രീമിയം ക്വാളിറ്റിയിലുള്ള ചോക്ലേറ്റ്സും ഡേറ്റ്സും നട്ട്സും ഡ്രൈ ഫ്രൂട്ട്സും ഒക്കെ നല്ല അഫോർഡബിൾ റേറ്റിൽ കിട്ടുന്ന ഒരു കിഡിലൻ സ്പോട്ടിലേക്കാണ് ഞങ്ങൾ ആദ്യത്തെ പർച്ചേസിന് വേണ്ടിയിട്ട് വന്നിട്ടുള്ളത് കേട്ടോ. ഇൻസ്റ്റഗ്രാമിലൊരു റീല് കണ്ടിട്ടാണ് കേട്ടോ ഞങ്ങൾ ഈ ഒരു ഷോപ്പിനെ പറ്റി അറിയുന്നത്. അവിടെ പോയി നോക്കിയപ്പോഴോ ചോക്ലേറ്റ്സിൻ്റെ ഒക്കെ ഒരു ലോകം തന്നെ പറയാം കേട്ടോ. അത്രയും വെറൈറ്റീസ് ഉണ്ട്. നിങ്ങൾ അബുദാബിയിലുള്ളവരാണെങ്കിൽ നാട്ടിലേക്ക് പോകാൻ പ്ലാൻ ഉണ്ടെങ്കിൽ ഒരു മസ്റ്റ് വിസിറ്റ് പ്ലേസ് തന്നെയാണ് കേട്ടോ ഇത്. ഇനിയിപ്പോൾ നാട്ടിലേക്ക് പോകാൻ പ്ലാൻ ഇല്ലെങ്കിലും നിങ്ങളൊരു ചോക്ലേറ്റ് ലവർ ആണെങ്കിൽ എന്തായാലും വിസിറ്റ് ചെയ്യേണ്ട ഒരു പ്ലേസ് ആണ് കേട്ടോ ഇത്. പിന്നെ ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം ഇവരുടെ ക്വാളിറ്റിയാണ് കേട്ടോ. നല്ല പ്രീമിയം ക്വാളിറ്റി ചോക്ലേറ്റ്സും ഡേറ്റ്സും ഒക്കെയാണ് ഇവരിവിടെ സെല് ചെയ്യുന്നത്, അതും വളരെ അഫോർഡബിൾ റേറ്റിൽ. ഇവരുടെ തന്നെ ഓൺ പ്രൊഡക്റ്റ് ആയിട്ടുള്ള പ്രീമിയം ക്വാളിറ്റിയിൽ വരുന്ന പിസ്താഷ്യോ ഗുനാഫ ചോക്ലേറ്റ് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. പിന്നെ ഒരു മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് കാര്യം ഇവിടെ ഇവർ എപ്പോഴും നല്ല ബെസ്റ്റ് ഓഫേഴ്സ് കൊടുക്കാറുണ്ട് എന്നുള്ളതാണ് കേട്ടോ. പിന്നെ എല്ലാ ടൈപ്പ് ഓഫ് ഹാൻഡ് മെയ്ഡ് ഗിഫ്റ്റ് ഹാമ്പേഴ്സും ഇവർ ഇവിടെ തന്നെ സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്ന ചോക്ലേറ്റ്സ് ഒക്കെ കാണാൻ തന്നെ നല്ല ക്യൂട്ടായിട്ടുണ്ടല്ലേ. പിന്നെ ഇവിടെ പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട ഒരു കാര്യം ഇവിടുത്തെ സ്റ്റാഫ് തന്നെയാണ് കേട്ടോ. അവരവിടുത്തെ കസ്റ്റമേഴ്സിനെ ട്രീറ്റ് ചെയ്യുന്ന ഒരു രീതി ശരിക്കും അപ്രീഷ്യബിൾ ആണ്. പിന്നെ ഈ ഷോപ്പിനെ പറ്റി ഞാൻ ഇത്രയും പറയുമ്പോൾ ഇതൊരു പ്രൊമോഷൻ വീഡിയോ ഒന്നും അല്ല കേട്ടോ. ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് മാത്രമാണ് ഷെയർ ചെയ്യുന്നത്. ചോക്ലേറ്റ്സ് മാത്രമല്ല സ്നാക്സിൻ്റെയും വെറൈറ്റീസ് ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ. കൂടാതെ തന്നെ പെർഫ്യൂംസും ഇവരിവിടെ അവൈലബിൾ ആക്കിയിട്ടുണ്ട്. നല്ല ബ്രാൻഡഡ് പെർഫ്യൂംസ് വളരെ റീസണബിൾ റേറ്റിലാണ് ഇവരിവിടെ സെയിൽ ചെയ്യുന്നത് കേട്ടോ. അപ്പം ഞാൻ ഇത്രയും പറഞ്ഞ ഈ ഒരു ഷോപ്പിന്റെ ലൊക്കേഷൻ വരുന്നത് നമ്മുടെ അബുദാബി മുസഫ ഷാബിയിലുള്ള ചോക്കോ വേൾഡ് ആണ് കേട്ടോ. ഷോപ്പിന്റെ പേര് പോലെ തന്നെ ഇത് ശരിക്കും ഒരു ചോക്കോ വേൾഡ് തന്നെയാണ് കേട്ടോ. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഇവരുടെ ഓൺ പ്രൊഡക്റ്റ് ആയിട്ടുള്ള കുനാഫ ചോക്ലേറ്റ് കേട്ടോ. ഇതൊരു മസ്റ്റ് ട്രൈ ഐറ്റം തന്നെയാണ്. മെൽസ്ബറിന്റെ ഈ ഒരു പിസ്താഷ്യോ ഡേറ്റ്സ് ചോക്ലേറ്റ് ഞാൻ ദുബായ് ഗോൾഡ് സൂക്കിൽ പോയ ടൈമിൽ അവിടുന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നു. അന്ന് ഇഷ്ടപ്പെട്ട് ഞാൻ കുറേ ഷോപ്പിൽ സെർച്ച് ചെയ്തെങ്കിലും എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഇതും നമ്മുടെ ചോക്കോ വേൾഡിൽ അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ അബുദാബിയിലുള്ളവരാണെങ്കിൽ എന്തായാലും നമ്മുടെ ചോക്കോ വേൾഡ് ഒന്ന് വിസിറ്റ് ചെയ്ത് നോക്കൂ കേട്ടോ. അങ്ങനെ ചോക്കോ വേൾഡിന് ശേഷം നമ്മൾ ഷോപ്പിങ്ങിന് വേണ്ടി വന്നിട്ടുള്ളത് നമ്മുടെ അബുദാബിയിലുള്ള മുഷ്രിഫ് മാളിലേക്കാണ് കേട്ടോ.
എല്ലാ പ്രാവശ്യവും നാട്ടിൽ പോകുമ്പോൾ ഏകദേശം 1 മാസം മുന്നേ തന്നെ നമ്മൾ പർച്ചേസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും. പക്ഷെ ഇപ്രാവശ്യം ഒട്ടും പ്രീ പ്ലാൻഡ് അല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് പർച്ചേസ് ചെയ്യാനും പാക്ക് ചെയ്യാനും ഒക്കെ കൂടിയിട്ടുള്ളത് ആകെ 2 ദിവസമാണ് കേട്ടോ. അതും ഇക്കാക്ക് ഡ്യൂട്ടി ഉള്ളതുകൊണ്ട് തന്നെ ഇക്ക ഡ്യൂട്ടി കഴിഞ്ഞ് വന്നിട്ടുള്ള വളരെ ലിമിറ്റഡ് ടൈമിലാണ് നമ്മൾ ഈ ഷോപ്പിംഗ് ഒക്കെ ചെയ്തിട്ടുള്ളത്. നമ്മൾ ആദ്യം പോയത് RNBയിലേക്കാണ് കേട്ടോ. RNBയിൽ സെയിൽ നടക്കുന്നുണ്ടായിരുന്നു. പക്ഷെ എനിക്കെന്തോ RNBനേക്കാട്ടിലും കൂടുതൽ കളക്ഷൻസ് ഉള്ളത് റെഡ് ടാഗിലാണെന്നാണ് ഫീൽ ചെയ്തിട്ടുള്ളത്. പക്ഷെ മുഷരിഫ് മാളിൽ റെഡ് ടാഗ് ഇല്ലല്ലോ. അങ്ങനെ RNBയിൽ കുറച്ചു നേരം തപ്പിത്തെറിഞ്ഞ് നിന്ന് നമ്മൾ നേരെ ലുലുവിലേക്ക് പോയി. അവിടുന്ന് പർച്ചേസ് ചെയ്ത ശേഷം നമ്മൾ നേരെ വീട്ടിലേക്ക് പോവാണ് കേട്ടോ ചെയ്തത്. കാരണം വീട്ടിലെത്തിയിട്ട് വേണമല്ലോ ഇനി പാക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാൻ. അങ്ങനെ ഓഗസ്റ്റ് 8 ഫ്രൈഡേ കാലത്തായിരുന്നു കേട്ടോ നമ്മുടെ ഫ്ലൈറ്റ്. നമ്മൾ എയർപോർട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്രാവശ്യത്തെ യാത്ര എനിക്കെല്ലാം കൊണ്ടും ഒരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. കാരണം ഞാൻ ആദ്യമായിട്ടാണ് അലൈൻ എയർപോർട്ടിൽ നിന്ന് ട്രാവൽ ചെയ്യുന്നത്. അതുപോലെ തന്നെ ആദ്യമായിട്ടാണ് കാലിക്കറ്റ് എയർപോർട്ടിലേക്ക് ലാൻഡ് ചെയ്യുന്നത്. പിന്നെ ഇക്കല്ലാതെ മക്കളായിട്ട് ആദ്യമായിട്ടാണ് ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്യുന്നത്. ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി ഞാൻ ആദ്യമായിട്ടാണ് എയർ ഇന്ത്യ എക്സ്പ്രസ് ഫ്ലൈറ്റിൽ ട്രാവൽ ചെയ്യുന്നത്. ഇക്കല്ലെങ്കിലും ഞാൻ ഒറ്റയ്ക്കല്ല കേട്ടോ ട്രാവൽ ചെയ്യുന്നത്. എൻ്റെ കസിനും കുഞ്ഞുമ്മയും അലൈനിലുണ്ടായിരുന്നു. അവരുടെ കൂടെയാണ് നാട്ടിൽ പോകുന്നത്. അങ്ങനെ ഞങ്ങൾ അലൈൻ എയർപോർട്ടിലെത്തി ചെക്ക് ഇൻ ചെയ്ത ശേഷം നേരെ ഫീമെയിൽ പ്രയർ റൂമിൽ പോയിരിക്കുകയാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. പപ്പ ഇല്ലാത്തതുകൊണ്ട് മക്കളാദ്യം അലമ്പുണ്ടാക്കിയെങ്കിലും പിന്നെ ഈ ഫ്ലൈറ്റ് വരുന്നതും പോകുന്നതും ഒക്കെ കണ്ടങ്ങനെ വലിയ പ്രശ്നമില്ലാതെ നിന്നു. പിന്നെ എനിക്ക് ഇവരായിട്ട് ട്രാവൽ ചെയ്യുമ്പോൾ ആകെ ഉണ്ടായിരുന്ന ടെൻഷൻ ഫ്ലൈറ്റ് എങ്ങാനും ലേറ്റ് ആവുമോ, പിന്നെ ഇവർ കരയോ, അങ്ങനെയൊക്കെ ഉള്ളതായിരുന്നു. അതിനുള്ളൊരു പ്രധാന കാരണം എന്താന്ന് വെച്ചാല് നമ്മൾ ഈ ടിക്കറ്റ് എടുത്തു കഴിഞ്ഞതിന് ശേഷം എപ്പോൾ ഫോൺ ഓപ്പൺ ആക്കിയാലും ഈ എയർ ഇന്ത്യ എക്സ്പ്രസ് ഫ്ലൈറ്റ് ലേറ്റ് ആയതിൻ്റെയും അതുകൊണ്ട് പാസഞ്ചേഴ്സിനുണ്ടായ ബുദ്ധിമുട്ടിൻ്റെയും ഒക്കെ റീൽസും കാര്യങ്ങളൊക്കെ മാത്രമായിരുന്നു ഫോണിൽ വരുന്നുണ്ടായിരുന്നുള്ളൂ. പക്ഷെ അൽഹംദുലില്ലാ ഫ്ലൈറ്റ് ഒട്ടും ലേറ്റ് ആയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഓൺ ടൈം തന്നെ വന്നിട്ടുണ്ടായിരുന്നു. ഇവിടുത്തെ ഈ പ്രയർ റൂമിൽ നിന്ന് കഴിഞ്ഞാൽ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുന്നതും ടേക്ക് ഓഫ് ചെയ്യുന്നതും പാസഞ്ചേഴ്സ് ഇറങ്ങുന്നതും ലഗേജ് ഇറക്കുന്നതും എല്ലാം നമുക്ക് നല്ല ക്ലിയർ ആയിട്ട് തന്നെ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു കേട്ടോ.
ശരിക്ക് പറയുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ചെറിയ മക്കളൊക്കെ ആയിട്ട് ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്യുന്നവരാണെങ്കിൽ അബുദാബി എയർപോർട്ടിനെക്കാട്ടിലും ബെറ്റർ ഓപ്ഷൻ അലൈൻ എയർപോർട്ട് തന്നെയാണെന്നാണ് കേട്ടോ. ഇപ്പൊ ലാൻഡ് ചെയ്ത പാസഞ്ചേഴ്സിന്റെ ലഗേജസ് ഒക്കെ ഇറക്കി കഴിഞ്ഞപ്പോഴത്തേക്കും ദേ ഞങ്ങളുടെ ലഗേജസ് ഒക്കെ അവരവിടെ കൊടുന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അൽഹംദുലില്ലാ ഒട്ടും ഡിലേ ഇല്ലാതെ തന്നെ കറക്റ്റ് ഓൺ ടൈം ആയിട്ട് ഞങ്ങൾ ഫ്ലൈറ്റിൽ കയറിയിരുന്ന് ടേക്ക് ഓഫ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ.
ഇതായിരുന്നു കേട്ടോ ഞാൻ ഈ ഫ്ലൈറ്റിൽ നേരിട്ട ഏറ്റവും വലിയ വെല്ലുവിളി. ഫ്ലൈറ്റിൽ ഇരുന്ന സമയം മുഴുവൻ ഇതിനകത്തൂടെ എങ്ങനെ നന്നായി ഒരു വീഡിയോ എടുക്കാം എന്നായിരുന്നു കേട്ടോ ഞാൻ ചിന്തിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ കഷ്ടപ്പെട്ട് വീഡിയോ ഷൂട്ട് ചെയ്യുന്നതിന്റെ ഇടയിൽ കുറച്ചപ്പുറത്തൂടെ വേറൊരു ഫ്ലൈറ്റ് പാസ് ചെയ്യുന്നത് ഞാൻ കണ്ടു കേട്ടോ. സയാനും പാതും ഒക്കെ അതിനിടയ്ക്കൊന്ന് ഉറങ്ങി എണീറ്റിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ എങ്ങനെ സംഭവിച്ചെന്നറിയില്ല, ഏകദേശം 1/4 മണിക്കൂറോളം നേരത്തെ തന്നെ ഞങ്ങൾ അവിടെ ലാൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ഏകദേശം ലാൻഡ് ചെയ്യാനായിട്ടുണ്ട്. ഈ മേഘങ്ങളുടെ ഇടയിലൂടെ നമ്മുടെ നാട് ഇങ്ങനെ കണ്ടു തുടങ്ങിയിട്ടുണ്ട്.
ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യുന്ന സമയത്തും ലാൻഡ് ചെയ്യുന്ന സമയത്തും എന്തൊക്കെയോ അപശബ്ദങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും അൽഹംദുലില്ലാ ഞങ്ങൾ കുഴപ്പമൊന്നുമില്ലാതെ നാട്ടിലെത്തി. അങ്ങനെ കാലിക്കറ്റ് എയർപോർട്ടിലെ ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞ് അവിടുത്തെ ചേട്ടന്മാരുടെ ഹെൽപ്പോട് കൂടെ ലഗേജ് ഒക്കെ എടുത്ത് ഞങ്ങൾ പുറത്തെത്തി. ഇത് ഇക്കാന്റെ ഉപ്പയുമ്മയാണ് കേട്ടോ. ആ ബാക്കിൽ നിൽക്കുന്ന ചേട്ടനാണ് ഞങ്ങളുടെ ലഗേജ് ഡ്രോപ്പ് ചെയ്ത് തന്നത്. അവിടെ ബാക്കിലുള്ളതാണ് എന്റെ കുഞ്ഞുമ്മയും മോളും. വ്ളോഗില് ഫേസ് കാണിക്കരുത് എന്ന് പറഞ്ഞിട്ടാണ് അവര് മാറി നിൽക്കുന്നത്. അങ്ങനെ അൽഹംദുലില്ലാ ഞങ്ങൾ സേഫ് ആയിട്ട് തന്നെ നാട്ടിലെത്തി. നാട്ടിലെ വിശേഷങ്ങളൊക്കെ വരുന്ന വ്ളോഗിൽ ഷെയർ ചെയ്യാം ഇൻഷാ അല്ലാ. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാല് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ. എന്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യണേ. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടെ എനേബിൾ ചെയ്യുകയാണെങ്കിൽ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.